വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ബന്ധുവുമായിട്ട് സംസാരിക്കാനിടയായി. ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആകെപ്പാടെ ഒരു സന്തോഷക്കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മക്കളാരും നാട്ടിലില്ല, എല്ലാവരും വിദേശ രാജ്യത്താണ്. ഞാൻ ചോദിച്ചു, അവരൊക്കെ വിളിക്കാറില്ലേ? എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. എന്നാലും എന്തോ ഒരു ഏകാന്തത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ വീടിന് നല്ല ഒരു ഹോളുണ്ട്, കുറച്ച് സ്ഥലമുണ്ട്, എന്തെങ്കിലും ചെറിയ ഒരു മീറ്റിങ്ങും ഒക്കെ ഒന്ന് കൂടിക്കൂടെ? നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടായിരിക്കുമല്ലോ, കൂടെ ജോലി ചെയ്തവരുണ്ടായിരിക്കുമല്ലോ, കുറച്ച് പേരെ ഒന്ന് വിളിച്ച് ചെറിയൊരു മീറ്റിംഗ് വെച്ച് നല്ലൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ചിലവഴിക്കാമായിരുന്നില്ലേ? അമ്മച്ചി തിരിച്ചെന്നോട് പറഞ്ഞു, ഈ വീടും ഇതിൻ്റെ അകവും മുഴുവൻ വൃത്തികേടാക്കിയിട്ട് അവരെല്ലാവരും പോവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബന്ധുക്കളെ പോലും ഇങ്ങോട്ട് ക്ഷണിക്കാറില്ല. ഇനി അഥവാ അവരാരെങ്കിലും ഫോൺ ചെയ്ത് ഇങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തിരക്കാണ് എന്ന് പറഞ്ഞ് ആ ഒരു വരവ് ഒഴിവാക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മച്ചിക്ക് ഇഷ്ടമില്ല ആരും വരുന്നതൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ ചിലപ്പം ചിലർ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അവർ വന്നാൽ അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, ഇവരെപ്പോഴായിരിക്കും തിരിച്ചു പോവുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈയിടെ ആത്മീയമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു പുരോഹിതൻ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ വീട്, നമ്മുടെ സമയം, നമ്മുടെ സൗകര്യങ്ങൾ എത്ര പേർക്ക് തുറവിയോടെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അദ്ദേഹം തുടർന്നു, കുടുംബ കൂട്ടായ്മകളും മറ്റും വയ്ക്കുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ മാറി മാറിയാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ആർക്കും അതിനൊരു മനസ്സില്ല. ആർക്കും ഒരു ഭവനമില്ലാഞ്ഞിട്ടോ അതിനുള്ള സൗകര്യമില്ലാഞ്ഞിട്ടോ അല്ല, മറിച്ച് ഉള്ള സൗകര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും അതൊന്ന് ക്ലീനാക്കാനും അല്പം അതിൻ്റെ സ്ഥാനങ്ങളെല്ലാം ഒന്ന് വ്യതിചലിച്ച് പോയാൽ അത് തിരികെ അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കാനുമുള്ള മടി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണിത്. ഏകാന്തതയുടെ തുരുത്തുകളിൽ നാം ഒറ്റപ്പെടുമ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് കൂടെ നാം ചിന്തിക്കണം. എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും ചുറ്റിനും ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ഭവനമാകട്ടെ, നമ്മൾക്കുള്ള സമയമാകട്ടെ, നമ്മൾക്കുള്ള ചെറിയ സൗകര്യങ്ങളാകട്ടെ, നമ്മൾക്കുള്ള ഭക്ഷണമാകട്ടെ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ എന്ത് നഷ്ടമാണ് നമുക്ക് വരാനുള്ളത്? മറിച്ച് ധാരാളം ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരുവിധപ്പെട്ട അസുഖങ്ങളിൽ നിന്നെല്ലാം നാം മോചിതരാകും. നാം ഊർജ്ജസ്വലതയോടെ മറ്റുള്ളവരുടെ സ്നേഹവും കൈപ്പറ്റി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്ത് നമ്മുടെ സ്വാർത്ഥതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? ഈ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത പോകട്ടെ. ഈയിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു യുവതി എന്നോട് പറയുകയുണ്ടായി, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ മക്കൾക്ക് പരീക്ഷയാണ്, അവർ വന്നാൽ ഇവരുടെ പഠനം ഉഴപ്പിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരണ്ട, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാർത്ഥത അതിര് കടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഠിത്തത്തെക്കാളൊക്കെ എത്രയോ വലുതാണ് കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്, സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്, സമൂഹവുമായി ഒരു കോണ്ടാക്റ്റിൽ മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ മാനസിക രോഗത്തിന് അടിമകളായി അതിനുള്ള ചികിത്സയും അനേകായിരം ഗുളികകളുമായി നാം ഒറ്റയ്ക്ക് ഒരു തുരുത്തിൽ കഴിയേണ്ടി വരില്ലേ? എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു പ്രസംഗമായിരുന്നു അത്. എന്തുമാത്രം തുറവി നമുക്കുണ്ട്, എന്തുമാത്രം ആളുകളെയും സാഹചര്യങ്ങളെയും സ്വാഗതം ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ട്. നമുക്ക് സൗകര്യങ്ങൾ കൂടുമ്പോൾ തീർച്ചയായും സമൂഹവുമായിട്ടുള്ള ബന്ധവും ഒരു പടി കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സെഷൻ കാരണമാകട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിൻ്റെയൊക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി.